ഇനി നമുക്ക് ഇതേപോലെ ഒരു വീട് എങ്ങനെയാണ് ക്രിയേറ്റീവായും പോസിറ്റീവായും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈ വീട്ടിൽ ഒട്ടനവധി സാധനങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു വീട്ടിലേക്ക് നിങ്ങൾ നോക്കൂ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഔട്ട്ഡോർ ഗാർഡനിങ് ഉണ്ട്, വാൾ ഡെക്കറേഷൻ ഉണ്ട്. ഇതൊക്കെ ചെയ്തെടുക്കുന്നത് ഒത്തിരി പണം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ അത്ര പണമില്ല എങ്കിൽ ഇവിടെ കാണുന്ന ഈ 3 ഉദാഹരണങ്ങൾ നോക്കൂ. ഇതനുസരിച്ച് നമ്മുടെ ഇടങ്ങളെ വളരെ മനോഹരമായി ക്രമീകരിച്ചിരുന്നുവെങ്കിൽ നമുക്കത് ആസ്വദിക്കാനും മനോഹരമായ ആ സമയത്ത് നമുക്ക് വിനിയോഗിക്കാനും സാധിക്കും. ഇതിന് ചെറിയ ഒരു എഫേർട്ടും ചെറിയൊരു താല്പര്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടങ്ങൾ ഇതേപോലെ മെഡിറ്റേറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കാനും ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഉണർവിലേക്കും നമ്മുടെ താമസ ഇടങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇനി നോക്കൂ, നമ്മുടെ ഒരു താമസ ഇടത്തിൻ്റെ ഒരു ബെഡ്റൂം ഇതേ രൂപത്തിലാണ് എങ്കിൽ നമുക്കവിടെ എനർജി ഉണ്ടാകുമോ, നമുക്കവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുമോ? ഇത് നമുക്ക് ലഭ്യമാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ ഇവിടെ ഒത്തിരി